ദ ലോക്കൽ എക്കോണമി ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളികൾക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്ന ഒരു പ്രവണത ഉണ്ടാകാറുണ്ട്. ഏതെങ്കിലും പ്രോഡക്റ്റ് ഒരു ഓഫറിലുണ്ടെന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചേ അടങ്ങൂ എന്നുള്ള സ്വഭാവക്കാരാണ് നാം ഓരോരുത്തരും. ഇങ്ങനെ നമ്മുടെ വീടുകളിലെല്ലാം ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പലരുടെയും വീടുകളുടെ അലമാര തുറന്നാൽ തന്നെ തറയിൽ വീഴുന്ന തരത്തിൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അടുക്കളയിലാകട്ടെ പാത്രങ്ങൾ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ നിരവധി എണ്ണം ഉണ്ട്. വർഷത്തിൽ ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത നിരവധി അടുക്കള സാധനങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരുടെ വീടുകളിലും ഉണ്ടാകും. ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ലാത്ത നിരവധി ഇലക്ട്രിക്കൽ സാധനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. മൊബൈലിന്റെ കവറുകൾ ഇഷ്ടം പോലെയുണ്ട്. എന്തിന്, വെള്ളം കുടിച്ച കുപ്പികൾ പോലും ആവശ്യത്തിലധികമുണ്ട്. ബിരിയാണി കവറുകളൊന്നും മലയാളികൾ പൊതുവെ കളയാറില്ല. അതിനെ സൂക്ഷിച്ചു വെക്കും, ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച്. പക്ഷേ ഇവയൊന്നും തന്നെ ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ 80% വസ്തുക്കളും യാതൊരുവിധ ആവശ്യവുമില്ലാത്ത വസ്തുക്കളാണെന്ന് സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. എന്നാൽ ഇവയൊന്നും കളയുവാൻ നാം ഓരോരുത്തരും തയ്യാറാവുകയില്ല. ആവശ്യമില്ലാത്തതും പഴകിയുമായിട്ടുള്ള സാധനങ്ങൾ കളയുവാൻ മലയാളികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ മക്കൾ പണ്ട് ഉപയോഗിച്ച ബ്രഷ് വരെ കളയാതെ സൂക്ഷിക്കും. കുട്ടികളുടെ കുഞ്ഞുടുപ്പും ചൈനീസ് കളിപ്പാട്ടങ്ങളും വീടുകളിൽ ഇന്നും ഭദ്രമായി സൂക്ഷിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അത് ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും. കൂടുതലും ഉപയോഗിക്കാതെ നിരവധി ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ വീടുകളിലെല്ലാം കുന്നുകൂടി ആക്രി സാധനങ്ങൾ സൂക്ഷിക്കുന്ന വീടുകളായിട്ട് നമ്മുടെ വീടുകൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അത്യാവശ്യമല്ലാത്ത വസ്തുക്കൾ ഉപേക്ഷിക്കുവാനുള്ള കഴിവ് അല്ലെങ്കിൽ കല നമുക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ഇങ്ങനെ അത്യാവശ്യമില്ലാത്ത വസ്തുക്കൾ ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു ഫോർമുല ജപ്പാൻകാർ ഉപയോഗിക്കാറുണ്ട്. ആ ഫോർമുലയുടെ പേരാണ് ദാൻശാരി. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കളെ നമ്മളുടെ പക്കൽ നിന്ന് ഉപേക്ഷിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തത്വശാസ്ത്രമാണ് ദാൻശായി. നമ്മൾ വീടുകളിൽ സൂക്ഷിക്കുന്ന വസ്തുക്കൾ കൂട്ടിവെക്കുന്നത് കൊണ്ട് നമുക്ക് സന്തോഷം ലഭിക്കുന്നതിന് പകരം പലപ്പോഴും വീട്ടിൽ ഭാരമായി മാറാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതിന് കാരണം നമ്മൾ കൂടുതൽ വസ്തുക്കൾ സൂക്ഷിക്കുന്തോറും അവയെല്ലാം കൂടുതൽ പരിപാലിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ പൊടി പിടിച്ച് അല്ലെങ്കിൽ ചിലന്തി വലകൾ കൂടി നമുക്ക് ആകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ദാൻശായി എന്ന് പറയുന്ന തത്വചിന്ത നമുക്ക് ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിച്ച് വീടിനെ സ്വസ്ഥമാക്കി സ്വതന്ത്രമാക്കി വയ്ക്കുന്ന ഒരു രീതിയാണ്. നമുക്കിതിനെക്കുറിച്ച് കൂടുതലൊന്ന് പരിശോധിക്കാം. ദാൻശായി എന്ന വാക്കിലെ ദാൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിരസിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ജീവിതത്തിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളെ മാറ്റി വയ്ക്കുക, നിരസിക്കുക, വേണ്ടെന്ന് വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ ഷാ എന്നുള്ള വാക്ക് ഉദ്ദേശിക്കുന്നത് വലിച്ചെറിയുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുവാൻ തയ്യാറാക്കുക. ഇനി ഇതിലെ രീ എന്നുള്ള വാക്ക് വേർപെടുത്തുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വേർപെടുത്തുന്ന വസ്തുക്കളുമായുള്ള വൈകാരികമായ ബന്ധത്തെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നിങ്ങൾക്ക് സൗകര്യപ്രദമായ സമയത്തിനുള്ളിലും നിങ്ങൾക്ക് സ്വാസ്ഥ്യം നൽകുന്ന രീതിയിലും മോചിപ്പിക്കുവാൻ നിങ്ങളെ അനുവദിക്കുക എന്നുള്ളതാണ് ഇതിലെ ശരിയായ അല്ലെങ്കിൽ കോർ അർത്ഥം. ഇങ്ങനെ അനാവശ്യമായ സാധനങ്ങൾ മാറ്റുന്നതിലൂടെ വീടിനും നമുക്കും വളരെയധികം സ്വസ്ഥത ഉണ്ടാകും. നിങ്ങളുടെ അടുക്കള പരിശോധിച്ച് കഴിഞ്ഞാൽ അടുക്കളയിലുള്ള 80% വസ്തുക്കളും ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത സാധനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഭാവിയിൽ ഉപയോഗിക്കുമെന്ന് വിചാരിച്ച് വയ്ക്കുന്നവയാവാം. ഇതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ അലമാരയിലുള്ള വസ്ത്രങ്ങൾ നോക്കിയാൽ അവ ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത നിരവധി വസ്ത്രങ്ങൾ ഉണ്ടാകും. ഇവയൊക്കെ മാറ്റിയാൽ തന്നെ വീടിൻ്റെ സ്വസ്ഥത വളരെ കൂടും. പക്ഷേ അത്ര പെട്ടെന്നൊന്നും സാധ്യമായ ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് മലയാളികൾക്ക്, നമുക്ക് എന്തെങ്കിലും ഓഫറിൽ സാധനം കിട്ടിയാൽ ഉടനെ വാങ്ങിച്ചു കൂട്ടുന്ന ആൾക്കാരാണ്. പല തുണിശാലകളിലും ചെയ്യുന്ന പ്രധാനപ്പെട്ട പരിപാടി 10,000 രൂപയ്ക്ക് മുകളിൽ വസ്ത്രങ്ങൾ വാങ്ങിയാൽ എന്തെങ്കിലും ഓഫറിൽ സാധനം കിട്ടും. അത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെ ആയിരിക്കില്ല. പക്ഷേ നമുക്ക് 1000 രൂപയ്ക്ക് അല്ലെങ്കിൽ 1-2 ഷർട്ട് വാങ്ങാൻ വേണ്ടി പോകുന്ന ആൾക്കാർ ഈ ഓഫർ കണ്ട് ആ സാധനങ്ങൾ വാങ്ങുന്നു. ചിലപ്പോൾ ഇലക്ട്രിക്കൽ ഉപകരണമാകാം, ചിലപ്പോൾ ബാഗുകളാവാം. ഇവയൊന്നും തന്നെ നമുക്ക് ആവശ്യമായ സാധനങ്ങളെ ആയിരിക്കില്ല. പക്ഷേ നമ്മൾ അധിക തുക കൊടുത്തുകൊണ്ട് വസ്ത്രങ്ങൾ വാങ്ങി ഇങ്ങനെ ഓഫറിൽ നമ്മൾ വീടുകളിൽ വാങ്ങിച്ച് അവയിൽ ഓരോരോ കടയിലുള്ള സാധനങ്ങളുടെ വേസ്റ്റുകൾ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമില്ലാത്ത, അവർക്ക് ചിലവാകാത്ത പ്രോഡക്റ്റുകൾ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇനി നിങ്ങൾ ചിന്തിക്കുക, ആവശ്യമില്ലാത്ത സാധനങ്ങൾ അല്ലെങ്കിൽ ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപേക്ഷിച്ചിട്ട് വീടിനെ
സ്വസ്ഥമാക്കി നിലനിർത്തുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ എന്ന്. നമുക്ക് അടുത്ത വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ നമസ്തേ.